ഹലോ, അസ്സലാമലൈക്കും. ഞാൻ കുറേ ദിവസമായി കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസമായി കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇപ്പം മാസ്ക് ഇട്ടാണ്ടിട്ട് ഇതെന്താ ഇപ്പം അങ്ങനെ ചെയ്യുന്നതെന്ന്. മാസ്ക് ഇട്ടാണ് ഞാൻ ആദ്യം വീഡിയോ ചെയ്യുന്നുണ്ടായത്. പക്ഷേ 1-2 ഷോർട്ട് വീഡിയോ ഞാൻ മാസ്ക് ഇടാതെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് വന്നിട്ട് പിന്നെ ഇപ്പം ഞാൻ എന്തിനാ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് രാവിലെ ഒരു ബ്ലോഗറിൻ്റെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സിലുവിനെ. അപ്പോൾ സിലുവിൻ്റെ ഒരു വീഡിയോ, എല്ലാ വീഡിയോയും ഞാൻ കാണലുണ്ട് കേട്ടോ. ഇൻസ്റ്റയിലാണെങ്കിലും ഞാൻ കാണലുണ്ട്, പിന്നെ യൂട്യൂബിലാണെങ്കിലും ഞാൻ കാണലുണ്ട്. അപ്പോൾ ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറവാണ് കേട്ടോ. മുന്നേ ഒക്കെ, അതായത് കഴിഞ്ഞ വർഷം അങ്ങനെ ആ സമയത്തൊക്കെ ഒരു 10 മാസങ്ങൾക്ക് മുമ്പാണ്, അതിന് ശേഷമാണ് ഇൻസ്റ്റയിൽ. പിന്നെ യൂട്യൂബിൽ തന്നെ ഞാൻ സ്ഥിരം അവരെ ഇൻ്റർവ്യൂ, അവരെ ലോങ് വീഡിയോ, അവരെ ഷോർട്ട് വീഡിയോ എല്ലാം ഞാൻ കാണലുണ്ട് കേട്ടോ. എനിക്ക് സമയം കിട്ടുന്ന സമയത്തൊക്കെയാണ്. ഇവിടെ റേഞ്ചിന് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് കൂടുതലൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ കമൻ്റ് ഇടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. ഏത് വീഡിയോസിനും ഞാൻ കമൻ്റ് ഇടും, എനിക്ക് ഇഷ്ടപ്പെട്ടല്ല. അല്ലാതെ മോശം കച്ചറ അങ്ങനെയൊന്നും ഇടില്ല. അതായത് നമുക്കിപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കുകൾ കേൾക്കുന്ന വെച്ചാൽ ഞാൻ കമൻ്റ് ഇടും. പൊതുവെ ഞാൻ കമൻ്റ് ഇടും. കമൻറ്റിന് വന്ന റിപ്ലൈക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സിലു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസമായിട്ട് കുറേ ആളെ വീഡിയോസിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ ഡിവോഴ്സായി, അതായത് റിയാക്ഷൻ വീഡിയോ കേട്ടോ. അതിലിങ്ങനെ കാണുന്നുണ്ട് ഡിവോഴ്സായി, അവർ 5 മക്കളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോസ് കുറച്ച് ഭാഗമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരിങ്ങനെ ഓരോ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതങ്ങനെയൊന്നും നടക്കുമെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം നേരത്തെ നിങ്ങളോട് പറയാൻ എന്താ അതിന് ഉണ്ടായത്, ഒരു തമ്പനയിൽ ഇങ്ങനെ ഒരു ഇതും ഉണ്ടായി, നിങ്ങളോടെല്ലാം തുറന്ന് പറയുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അത് ഓൺ ചെയ്ത് കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ സ്ഥിരം പറയുന്നത് നേരാണ്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ അത് വന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം അവർ ഉപ്പയും ഉമ്മയും മക്കളും ഇൻ്റർവ്യൂവിലെല്ലാം അവർ ഒരുമിച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ വീഡിയോസിലാവട്ടെ എല്ലാത്തിലും. പിന്നെ അവൾ ലഞ്ച് ബോക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ കുറേ മുന്നേ ഒക്കെ. അപ്പോൾ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ കമൻറ്റ് കുറേ വായിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അതിലിങ്ങനെ വായിക്കുന്ന സമയത്ത് ഓരോരുത്തർ പറയും ഇതൊക്കെ പാവങ്ങൾക്ക് നടക്കുക. കാരണം ഒരേപോലത്തെ ടിഫിൻ ബോക്സ്, പിന്നെ അവർ വെറൈറ്റി ഫുഡാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ പൈസക്കാർക്കല്ലേ ഇതൊക്കെ ശരിയാവുള്ളൂ. ശരി എന്നാൽ നമുക്കിപ്പോൾ നമ്മൾ പാവങ്ങൾക്ക് ദിവസം ഇപ്പോൾ ഓരോ തരം ഒക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. പിന്നെ അവരെന്ന് പറയുന്നത് നമ്മൾ കാണാത്ത ചൈനീസ് ഫുഡ്, പിന്നെ അവർ കുറേയെല്ലാം ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അങ്ങനത്തെ ഫുഡൊക്കെയാണ്, വെറൈറ്റി സാധനങ്ങളായിരിക്കും അവർ കൊടുക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് അത് നമ്മളിപ്പോൾ ലഞ്ച് ബോക്സിൽ ചിലപ്പോൾ ഇറച്ചിക്കറി മീൻകറിയൊക്കെയാണ് കൊടുത്തു വിടുക. പക്ഷെ അവർ അങ്ങനെയല്ല, നല്ല ആരോഗ്യകരമായ ഫുഡ്, കുട്ടികൾക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത, കൂടുതൽ എണ്ണ ചേർക്കാത്ത ഫുഡാണ് അവർ കൊടുത്തു വിടുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതിന് കമൻറ്റ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഡിവോഴ്സ് കേസിൻ്റെ ഇത് വന്ന സമയത്ത് ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. എന്താ വെച്ചാൽ അവരങ്ങനെ കണ്ട കുടുംബങ്ങളായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മളെ കുഞ്ഞാറ്റേൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. കുഞ്ഞാറ്റ പിന്നെ ഒരു ബ്ലോഗറാണല്ലോ. അപ്പോൾ കുഞ്ഞാറ്റേൻ്റെ ഡിവോഴ്സായ സമയത്തും ആ ഡിവോഴ്സിൻ്റെ കേസ് കുഞ്ഞാറ്റ ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞേനെ. കാരണം ഈ ജനങ്ങളെ സപ്പോർട്ട് കൊണ്ടാണല്ലോ ഇവർ ഈ നിലക്ക് എത്തുന്നത്. അപ്പോൾ എന്ത് വന്നാലും മറ്റുള്ളവർ ചോദിക്കുമോ, ഒരിത്തിരി കിട്ടിയാൽ മതി അപ്പം തന്നെ ചോദിക്കുമോ എന്താ അത്, പിന്നെ ഇങ്ങനെ പറയുന്ന കേട്ടില്ല, അങ്ങനെ പറഞ്ഞു. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അത് അവരൊരു ജോലിയാണ്, കുറ്റം പറയുന്നില്ല, അവരൊരു ജോലി അതാണ്, അപ്പോൾ അവരത് ചെയ്യുന്നത്. പക്ഷെ എന്ത് കിട്ടിയാലും റിയാക്ഷൻ വീഡിയോ ചെയ്യരുത്. കാരണം സിലു പറയുന്നുണ്ട്, എന്ത് ആ കുഞ്ഞാറ്റ പോലെ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുള്ള റിയാക്ഷൻ വീഡിയോകൾ ഇടല്ലേ എന്ന് സിലു പറയുന്നുണ്ട്. ഈ വീഡിയോസിലും പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാവിലെ കണ്ടതാണ്. അതേപോലെ കുഞ്ഞാറ്റയും പറയുന്നത് ഞാൻ കേട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിലുള്ള ഒരു കമൻറ്റ് ഒരാളല്ല കേട്ടോ, പലരും ഇടുന്നുണ്ട്. എന്തെന്ന് പറയാം, സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ജീവിതം പോയല്ലേ, അങ്ങനെ നിങ്ങൾ പറയരുത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയ വെച്ച് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ സുഖമില്ലാത്തവരും രോഗത്ത് കിടക്കുന്നവരും പിന്നെ വീടില്ലാത്തവരും ഇപ്പോഴും വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ, വരുമാനം വാങ്ങി എല്ലാ തരത്തിലും രക്ഷപ്പെട്ടവരുണ്ട്.
പിന്നെ വരുമാനത്തിന് വേണ്ടി ഇപ്പം എന്നെപ്പോലെ വരുമാനത്തിന് വേണ്ടി വീഡിയോ ചെയ്ത് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് പിന്നെ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എല്ലാം നോക്കി റേഞ്ചില്ലാത്ത ഈ സ്ഥലത്ത് നിന്ന് കേട്ടോ, ഞാൻ റേഞ്ചില്ലാത്ത സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ മറ്റൊരു വീട്ടിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ഇവിടെ ഇത്രയും ലോങ് വീഡിയോ ഡൗൺലോഡായി കിട്ടൂല, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ സിലുവിൻ്റെ വീഡിയോ കടയിൽ ഞാൻ അങ്ങനെ ഒരു കമൻ്റ് ഉണ്ട്, എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ എന്താ യൂട്യൂബ് കൊണ്ട് സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ജീവിതം തകർന്നല്ലേ. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത്. എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇപ്പം എന്നെ പോലെയുള്ളവരെ ഞാൻ പറയുന്നത്, എന്നെപ്പോലെ ആ ഒരു എന്താ പറയുക ഒരു തുടക്കക്കാരാണ് ഞാൻ. അപ്പോൾ ഈ തുടക്കത്തിലെത്തി നിൽക്കുന്നവർക്ക് ഇതൊരു വല്ലാത്ത ടെൻഷൻ ഇടയാവും. എന്താ വെച്ചാൽ ഇത് കേൾക്കും ഇങ്ങനെ കമൻറ്റ് കാണുമ്പോൾ അല്ല ഇനിയിപ്പോൾ എനിക്കുണ്ടല്ലോ ഒരു ജീവിതം, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഇതുപോലെ തകർന്നു പോവുമോ? ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും പിന്നെ കുറച്ചൊന്ന് റീച്ചായി വരുന്നുണ്ടാവും, അപ്പോഴേക്കും ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കമൻറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തീരും. അപ്പോൾ നമ്മളെന്താ ഇങ്ങനത്തെ കമൻ്റ് ഒന്നും ഒറ്റ വീഡിയോ കടയിൽ വിടല്ല ദയവ് ചെയ്തിട്ട്. പിന്നെ പണിക്കാർ നോക്കാം. പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ കമൻറ്റ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഒരു വിഷമമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അങ്ങനത്തെ കമൻറ്റ് നിങ്ങൾ ദയവ് ചെയ്തിട്ടല്ലേ. എന്താ വെച്ചാൽ സിലുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ പാവം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര വിഷമമുണ്ട് ആൾക്ക്. കാരണം ആളങ്ങനെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവരെ സംസാരമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഭയങ്കര കുട്ടികളോട് വർത്തമാനം പറഞ്ഞിട്ടാണെങ്കിലും ഇപ്പം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് നല്ല എനർജിയൊക്കെ തരുന്ന അതേ ഒരു പിന്നെ ഇതിലാണ് സിലുവിൻ്റെ സംസാരം. എന്താ വെച്ചാൽ ഇനി പിന്നെ വരുന്ന പെൺകുട്ടികൾക്കോ സിലു പറയുന്നത് ചെറുപ്പത്തിലേ എന്നെ കല്യാണം കഴിച്ച് വിട്ട് എൻ്റെ പഠിത്തം എല്ലാം പോയി എന്ന് അവൾ പറയുന്നത്. പിന്നെ ഇപ്പോൾ വീണ്ടും പഠിക്കുന്നത് അതിനും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ 5 മക്കൾ കിട്ടിയിട്ട് നീ എങ്ങനെയാണ് പോകുന്നത് അങ്ങനെ എങ്ങനെയാണ്. പിന്നെ സിലുവിന് പിന്നെ എന്താ പറയുക ചില കമൻറ്റിലൊക്കെ ഉണ്ട് ഭർത്താവിന് ഭയങ്കര പ്രായം തോന്നിക്കുന്നത് എന്നൊക്കെ കാണുന്നത്. എന്തിനാ വെറുതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ കമൻറ്റ് ഇട്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിതം പോയി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, സോഷ്യൽ മീഡിയ കൊണ്ടൊന്നും ആരും ജീവിതം പോവില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിന് സിലു ഒരു ലൈക്ക് തന്നത് ഞാൻ കണ്ടേ. അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി അത് അങ്ങനെ ചില കമൻറ്റുകൾ അവരിൽ കണ്ടപ്പോൾ. അപ്പോൾ അവർക്ക് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരിന്ന് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അത് അവരുടെ സംസാരത്തിൽ മനസ്സിലാവുന്നത്. സോഷ്യൽ മീഡിയയുടെ ഉപദ്രവം കൊണ്ട് ജനങ്ങൾ ഇങ്ങനെ അതും ഇതൊക്കെ കണ്ടന്റാക്കി ഇങ്ങനെ ഇടുകയല്ലേ. അപ്പോൾ ആ ഒരു ഉപദ്രവം കൊണ്ടാണ് അവരിന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പോസ്റ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ ഒരു കഴിഞ്ഞ വർഷം നോമ്പിൻ്റെ സമയത്താണ് തോന്നുന്നു അവർക്ക് ഞാനൊരു മെസ്സേജ് ഞാൻ അയച്ചിരുന്നു. അന്ന് അതെനിക്കൊരു റിപ്ലൈ അവർ തന്നിട്ടുണ്ട്. പക്ഷേ അത് ഞാനിപ്പോൾ എന്താണെന്നൊന്നും ഇവിടെ പറയുന്നില്ല. എനിക്കൊരു റിപ്ലൈ തന്നിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ കാണുന്ന വീഡിയോസ് അവരുടെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യാനിട്ടുണ്ട് കേട്ടോ. നല്ലതെന്ന് തോന്നിട്ട് ഞാൻ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ പിന്നെ അവരെന്ത് നല്ലതന്നെ അവർ പറയുന്നുള്ളൂ, അവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, എന്തെന്ന് പറയാം, എനിക്ക് മരിച്ചാൽ മതിയെന്ന് തോന്നിപ്പോയി. എന്തിനങ്ങനൊക്കെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കില്ല. നമുക്ക് അന്ന് ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ പഠിച്ച് നമുക്കത് തുറക്കപ്പെടും, അത് ഉറപ്പുണ്ട്. കാരണം നമ്മൾ ഒരാളെ നമ്മളങ്ങോട്ട് അകറ്റി നിർത്തുമ്പോൾ വേറൊരാളെ നമ്മൾ അടുപ്പിക്കാനുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പഠിച്ചവരങ്ങനെ പിന്നെ ഒരാളെ ഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ മരിക്കുന്നവരെ അതിന് എന്തൊക്കെയോ കണക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ പിന്നെ സിലുവിന് ഭയങ്കര വിഷമമുണ്ട്. ഓരോ വീഡിയോയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതൊരു റിയാക്ഷൻ വീഡിയോ എന്നല്ല, എനിക്ക് അവരെ വ്യക്തിപരമായിട്ടോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. അവരിങ്ങനെ വീഡിയോയിൽ പറയുന്ന സ്ഥലം എന്ന സ്ഥലത്താണ് വീട് എന്നൊക്കെ പറയുന്ന ആ ഒരു കേൾവിയല്ലാതെ ഞാനും അവർ തമ്മിൽ എത്രയോ അകലെയായിരിക്കും. ഞാൻ വയനാടാണ്. അപ്പോൾ പിന്നെ അവർ ഞാനും തമ്മിൽ ഒരുപാട് അകലെയായിരിക്കും. പിന്നെ അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് അവരെ ബുദ്ധിമുട്ടിക്കല്ലേ. പാവം എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. എന്താ വെച്ചാൽ അവർക്ക് ഇതിലൂടെ ഒരു വരുമാനം എന്തായാലും അവർ പറയുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് 50 ലക്ഷം രൂപ പിന്നെ യൂട്യൂബിലേക്ക് കയറും ഞാൻ തുടങ്ങുന്ന സമയത്ത് എനിക്ക് കടയായിരുന്നു, അത് എനിക്ക് വീടായി എല്ലാം. പിന്നീട് സംഭവിച്ചതൊക്കെ അവരൊന്നും മൂടി വെക്കുന്നില്ല, എല്ലാം വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താക്കുക, ആരും അങ്ങനത്തെ മോശം കമൻറ്റ് ഇട്ടിട്ട് അവരെ ഉപദ്രവിക്കണ്ട. എന്താ വെച്ചാൽ പാവം എവിടെയും ജീവിച്ചോട്ടെ. മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എന്താ പറയുക, അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ.
നമുക്കിങ്ങനെ പരസ്പരം പറയാനേ പറ്റുള്ളൂ ഒരു കമൻറ്റിലൂടെ. ഇപ്പോൾ കമൻ്റ് ഇടുന്ന അയാളാരാ അല്ലെങ്കിൽ ഞാനാരാ ഇന്ന് ആർക്കും പരസ്പരം അറിയില്ല. നമ്മൾ ഈ കമൻറ്റ് വായിക്കുമ്പോൾ അതിനൊരു മെയിൽ ഐ ഡി ഒരു പേരും ഉണ്ടാവും, അതന്നെ. അല്ലാതെ വ്യക്തിപരമായിട്ട് ആർക്കും ഒന്നും അറിയില്ല. അതുകൊണ്ട് അവരങ്ങനത്തെ കമൻറ്റ് ഇട്ടിട്ട് അവർ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഒരു ഇതിന് വേണ്ടിയില്ല. ഞാൻ കുറേ നേരം ആലോചിച്ചിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്നുള്ള വ്യക്തിപരമായിട്ട്. എന്താ പറയുക, കുറേ പറയാനുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് എൻ്റെ മനസ്സിൽ ഒരു വിഷമം കൊണ്ട് ഒരു വീഡിയോ ഞാൻ മുഴുവനും കണ്ടു. അതുകൊണ്ടുള്ള വിഷമം കൊണ്ട് അവർ പറയുന്നത് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നു സിലുവിനെ കണ്ട് ജീവിക്കണം, സിലു അങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഞാൻ അവർക്കൊരു ജീവിതത്തിൽ ജീവിക്കാനുള്ള, അതായത് ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ഞാൻ എന്നിൽ കാണുന്നു എന്ന പോലെയാണ് എൻ്റെ ഓരോ പെൺകുട്ടികൾ പറയുന്നത്.